ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വളർത്ത് മൃഗമായ പൂച്ച. എന്തിന്? പൂച്ച. ഓക്കെ, ഇത് കടിച്ചു കഴിഞ്ഞാൽ, അതായത് കുട്ടികളെ ആയാലും മുതിർന്ന വ്യക്തികളെ ആയാലും ഈ പൂച്ച കടിച്ചു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതായത് ചില വ്യക്തികളുണ്ട്, അവർ ചെയ്യുന്നത് അടുത്ത വീട്ടിലെ കൊച്ചിൻ്റെ കയ്യിൽ പൂച്ച കടിച്ചു. കൊച്ചിനോ വലിയ ആൾക്കോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ കയ്യിൽ പൂച്ച കടിച്ചു. കയ്യിലോ കാലിലോ മുഖത്തോ പൂച്ച കടിച്ച് പറ്റുന്ന കുട്ടിയോ പൂച്ച കടിച്ച് പറ്റുന്ന കുട്ടിയോ. ചില വ്യക്തികൾ ചെയ്യുന്നത് ഈ മരുന്ന് കണ്ട് അറിഞ്ഞ് പഠിച്ച് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കത്തില്ല. അതായത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുഖത്തും കയ്യിലും മാത്രമല്ല, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരം മുഴുവൻ പൂച്ച കടിക്കണം, കടിച്ച് മാന്തണം, കടിച്ച് പറിച്ച് കീറണം, ഇതെനിക്ക് ദൂരെ മാറി കണ്ട് രസിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. അപ്പോൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ 98% ആൾക്കാരുടെ വീട്ടിലും പൂച്ചയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൂച്ചേനെ എല്ലാവരും വളർത്തുന്നുണ്ട്. അതൊരു വളർത്തു മൃഗമാണ്. പെട്ടെന്ന് മനുഷ്യനുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു മൃഗമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ഈ പൂച്ചേനെ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അടുത്ത് വെച്ച് താരാട്ട് പാട്ട് പാടി ഉറങ്ങും. ഇതിന് പാട്ട് വാ വാ ഊതൊക്കെ പാടി പൂച്ചേനെ അടുത്ത് കിടത്തി അത് കുറുപ്പ് വയ്ക്കുമ്പോൾ ഇവരും കുറുകുന്നു. അങ്ങനെ നൈസായിട്ട് പുറപ്പിനകത്ത് വെച്ച് ചുരുട്ടി വെച്ച് കിടന്ന് ഉറങ്ങും. അങ്ങനത്തെ ആൾക്കാരാണ് മിക്ക ആൾക്കാരും. ഓക്കെ, അപ്പോൾ ഈ വളർത്തുമൃഗമായ പൂച്ച പെട്ടെന്ന് ആരെയും ഉപദ്രവിക്കാറില്ല. ആ വീട്ടിലുള്ള വ്യക്തികളെ കൊച്ചുകുട്ടിയായാലും വലിയ കുട്ടിയായാലും അവരെ ഉപദ്രവിക്കാറില്ല. അഥവാ നമ്മളിനി അതിനെ കളിപ്പിക്കുകയാണെങ്കിൽ, വെള്ളം വഴി കളിപ്പിക്കുകയാണെങ്കിൽ അത് നൈസാ വന്ന് കൈയൊക്കെ അത് പതിയെ, അതായത് നമ്മളെ ദേഹം നോക്കാൻ പാടില്ലല്ലോ, ആ രീതിക്കായിരിക്കും അത് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത്. അത് കടിച്ചാലും നമ്മളെ നോക്കത്തില്ല. ആ ഒരു സെറ്റപ്പ് പൂച്ചയ്ക്കുണ്ട്. നല്ല ബുദ്ധിയുള്ള മൃഗം തന്നെയാണ് പൂച്ചയും. അപ്പോൾ ഇത് എപ്പോഴാണ് കടിക്കുന്നത്? പിന്നെ ചില പൂച്ചകളുണ്ട് ചുമ്മാ ആയിട്ട് കടിക്കും, അത് വേറെ സീന്. അത് അങ്ങനെയുള്ള പൂച്ചകളുണ്ട്. ഓക്കെ, പക്ഷേ കൂടുതലായിട്ടും ഉപദ്രവിക്കാതിരിക്കുന്ന പൂച്ചകൾ കടിക്കുകയോ മാന്തുകയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ പറയുമ്പോൾ ഇന്നലെ വരെ ആ പൂച്ചയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് അതിൻ്റെ സ്വഭാവം മാറിയത്. അത് ഭയങ്കര കടിയും മാന്തക്കൊക്കെ തുടങ്ങി. ഓക്കെ, അപ്പോഴും സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് അറിയാമല്ലോ, പശുക്കൾക്ക് വരെ പേ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഭ്രാന്തി പശു എന്ന രോഗം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പശുക്കൾക്ക് പേളയാൽ പശു കടിച്ച് പറിച്ചടയും. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൃഗങ്ങൾക്ക് പേ ആവും. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് ഇത് ബന്ധുവാണ് അല്ലെങ്കിൽ കൂട്ടുകാരാണ് അതൊന്നും മൃഗങ്ങൾക്ക് തോന്നില്ല. മൃഗങ്ങൾക്ക് നമ്മൾ അവരുടെ ബന്ധുക്കളാണ്, കൂട്ടുകാരൊക്കെയാണ്. നിങ്ങൾക്കും എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ആ മൃഗങ്ങൾക്കും. ഓക്കെ, പക്ഷേ ഈ ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കും മൃഗത്തിൻ്റെ സ്വഭാവം മാറും. ഇന്നലെ വരെ സ്നേഹത്തോടെ ഇരുന്ന മൃഗമായിരിക്കത്തില്ല ഇപ്പോഴിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ. കാരണം കൊച്ചുകുട്ടികൾക്കാണ് ഈ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, പ്രത്യേകിച്ച് പൂച്ചേനെ. ഓക്കെ, അവരെ കടിച്ചു പറിച്ച് വയ്ക്കും. വലിയ അപകടമാണ്. കാരണം പേ വന്നാൽ അറിയാമല്ലോ. പേ വന്നാൽ നിങ്ങൾക്കറിയാം, ഞാൻ പറയാനറിയാം. ഓക്കെ, അപ്പോൾ ഒരു സിനിമ ഉണ്ടോ നിങ്ങൾ, മറ്റേ മണിച്ചേട്ടൻ്റെ പടം, ആ സിനിമയ്ക്കകത്തുണ്ട് എന്താണ് പേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം പേ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വളർത്തു മൃഗങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ കൊച്ചു കുട്ടികളൊക്കെ പൂച്ചേനെ ഉമ്മ വെച്ച് കളയും, പൂച്ചേനെ ലിപ് ലോക്ക് ചെയ്യും. വലിയ ആൾക്കാർ ലിപ് ലോക്ക് ചെയ്യുന്നുണ്ട്, കൊച്ചു കുട്ടികളും പൂച്ചകളൊക്കെ ലിപ് ലോക്ക് ചെയ്യാറുണ്ട്. ഇന്ന് മൂഞ്ചി ഇങ്ങനെയൊക്കെ വെച്ച് അതിൻ്റെ മൂഞ്ചി കൊണ്ട് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മൂക്കിനകത്തുനിന്ന് അണുക്കളൊക്കെ കുട്ടിയുടെ
മൂക്ക് വഴി വായ വഴിയൊക്കെ ഉള്ളിലോട്ട് പോകും. അവിടെ പ്രശ്നം. ഈ അണുക്കൾ കുഞ്ഞിനെ ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പലവിധമായിട്ടുള്ള അസുഖങ്ങൾ ഒന്ന് മാറി കുഞ്ഞുങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മൃഗങ്ങളെ വളർത്തിക്കോ, നല്ലതാണ്, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെയും നിങ്ങളൊന്ന് കെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും പൂച്ച കടിച്ചു, മാന്തി പറിച്ച് പൂച്ച കടിച്ച് പറിച്ച്. ഓക്കെ, ബ്ലഡ് വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യം. ഒരു മരുന്നുണ്ട്, അതിന് മുൻപായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യണമല്ലോ, നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് പൂച്ച കടിച്ച ഭാഗത്ത് ശുദ്ധജലം കൊണ്ട് കഴുകുക. ഡെറ്റോൾ ഉണ്ടെങ്കിൽ 1 തുള്ളി ഡെറ്റോൾ ഒഴിച്ചിടുന്നു, നല്ല കഴുകി കൊടുക്കുക. വെള്ളത്തിൽ 1 തുള്ളി ഡെറ്റോൾ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കുക. വലിയ മുറിവാണെന്ന് കൂട്ടിക്കും, അങ്ങനെ മൊത്തം കടിച്ച് പ്രാഞ്ചി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണം. ചെറിയ മുറിവിനാണ് ഞാൻ ഈ മരുന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ബ്ലഡ് ആ വരുന്ന ഭാഗത്ത് അല്പം ഞെക്കി ഒന്ന് ബ്ലഡ് കളയുക. ഓക്കെ, അതുകൊണ്ട് മാന്തുകയോ ചെറിയ കടിക്കടിക്കുക ചെയ്താൽ അവിടെ ബ്ലഡ് ഞെക്കി പിഴിഞ്ഞ് കളയുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒന്ന് കൊടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇനിയാണ് നമ്മൾ ആ മരുന്ന് പുരട്ടാൻ പോകുന്നത്. നല്ല കിടില മരുന്നാണ്. എത്ര ഹാർഡായിട്ടുള്ള വിഷത്തെയും മാറ്റിക്കളയുന്ന മരുന്നാണിത്. മുറിവ് അതിവേഗം ഉണങ്ങും എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ആ മുറിവ് ഉണ്ടാക്കിയ വിഷാംശത്തെ നശിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മരുന്നാണ് നമ്മളത് പുരട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ മരുന്ന് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കറിവേപ്പിലയും പച്ചമഞ്ഞളുമാണ്. ഇവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. പച്ചമഞ്ഞളും കറിവേപ്പിലയും തുല്യ അളവിൽ എടുക്കുക. പച്ചമഞ്ഞളും കറിവേപ്പിലയും തുല്യ അളവിൽ എടുക്കുക. ഞാൻ ഈ കറിവേപ്പില ഉദ്ദേശിച്ചത് നമ്മൾ ആ കയ്പുള്ള വേപ്പിലയല്ല, നമ്മൾ കറി വയ്ക്കുമ്പോൾ അതിൽ കടുക് വറുത്ത് ഇടുന്ന കറിവേപ്പിലയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കും. അപ്പോൾ കറിവേപ്പിലയും പച്ചമഞ്ഞളും തുല്യ അളവിൽ എടുക്കുക. അതിനെ ഒന്ന് അരച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ അരച്ചെടുത്ത ആ ഔഷധത്തിന് മുറിവിൽ വെച്ച് കൊടുക്കുക. ഇത് തന്നെ മരുന്ന്, സൂപ്പർ മരുന്നാണ്. ആ മുറിവ് അതിവേഗം ഉണങ്ങുന്നത് മാത്രമല്ല, ആ മുറിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഷാംശത്തെ വലിച്ചെടുത്ത് പുറന്തള്ളുന്നു. ഓക്കെ, അപ്പോൾ അത്രയും സൂപ്പർ മരുന്നാണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കോ അഥവാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പൂച്ച ഇങ്ങനെ ചെറിയായിട്ട് കടിക്കുകയോ മാന്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്ന് വെച്ച് കൊടുത്താൽ മതി. അഥവാ ഇനി വലിയ മുറിവാണെങ്കിൽ, നല്ല അഗാധമായിട്ടുള്ള മുറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ജസ്റ്റ് റിച്ചു നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.